പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിങ്കൽ നിന്ന് നിരവധി വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ദൈവം നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ചില ദൈവദാസന്മാരിലൂടെ നാം കേട്ട ദൈവീക ശബ്ദങ്ങൾ, ഈ വചനത്തിലൂടെ നമുക്ക് ലഭ്യമായ വാഗ്ദത്തങ്ങൾ, ഇങ്ങനെ നിരവധി വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി കാത്തിരുന്ന് മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ സന്ദേശം ശ്രവിക്കുവാനായിട്ട് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് നമ്മളെ പറ്റിയിട്ടുള്ള ആഗ്രഹം, ദൈവത്തിന് നമ്മളെ പറ്റിയിട്ടുള്ള തിരുഹിതം, അത് നമ്മുടെ ഒരു ശുഭഭാവിയാണ്. നമ്മുടെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്യൂച്ചർ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് ദൈവത്തിൻ്റെ മനസ്സിലെ ചിത്രം അത് തന്നെയാണ്. ഒരിക്കലും നാം തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ ശുഭഭാവിയെക്കുറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും നാം ആ ശുഭഭാവി കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച്. പിശാച് എപ്പോഴും ഇതിനെതിരായിട്ട് വാദിച്ചു കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വാഗ്ദത്തമുണ്ട് എങ്കിൽ ആ വാഗ്ദത്ത ദേശത്തിലേക്ക്, ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് പിശാച് എഴുന്നേറ്റ് നിൽക്കും. ഒരിക്കലും ദൈവമക്കൾ അത് പിടിച്ചെടുക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടെ പിശാച് ചില കോട്ടകൾ കെട്ടി ദൈവമക്കൾ അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങളെ തൻ്റെ കൈവശമാക്കി വെച്ചിരിക്കും. എന്നാൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കുവാൻ, ആ വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുവാൻ, ആ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചെല്ലുവാൻ ഒരു സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഒരാവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ, ആത്മീയമായിട്ടൊരു യുദ്ധം ചെയ്ത് പിശാചിൻ്റെ കൈവശം ഇരിക്കുന്ന ആ കോപ്പുകൾ പിടിച്ചടക്കുവാനായിട്ട് ദൈവമക്കൾ തയ്യാറാകണം. യെരുശലേം എന്നുള്ള വാക്ക് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി ഉൽപ്പത്തി 14-ാം അധ്യായത്തിൽ ശാലേം രാജാവായ മൽക്കീസേദക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. യെരുശലേമിൻ്റെ തന്നെ മറ്റൊരു പദമായിരുന്നു ശാലേം. അപ്പോൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു കിടക്കുന്ന ഈ വേദപുസ്തകത്തിലെ അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യെരുശലേം എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സിലെ ഏറ്റവും പ്രത്യേകതയേറിയ, ഏറ്റവും വിശേഷതയേറിയ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ്. ആ യെരുശലേമിനെ പറ്റി വേദപുസ്തകത്തിൽ നിരവധി റെഫറൻസുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തൊക്കെയാണ് യെരുശലേമിൻ്റെ പ്രത്യേകതകളെന്ന് വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. 132-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുകയാണ്: യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ആ സിയോൻ എന്നുള്ള വാക്ക് അത് യെരുശലേമിനെ സൂചിപ്പിക്കുന്നതാണ്. യെരുശലേമിൻ്റെ മറ്റൊരു പദമാണ് സിയോൻ എന്നുള്ളത്. ആ സിയോനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, യഹോവ സിയോനെ തിരഞ്ഞെടുത്തു, തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. ദൈവം ഇച്ഛിക്കുന്ന തൻ്റെ വാസസ്ഥലം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു ലൊക്കേഷനിൽ നാം നമ്മുടെ ഭവനം പണിയുവാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പോലെ ദൈവത്തിനൊരു ഭവനമുണ്ട് എങ്കിൽ അത് ഈ യെരുശലേം ആയിരിക്കണം, ഈ സിയോൻ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സിലെ പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ, സിയോൻ ദൈവത്തിൻ്റെ സ്വന്തം ഭവനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 16-17 വചനങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാവുകയില്ല. ഇവിടെ നാം കാണുന്ന യെരുശലേം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലുള്ള യെരുശലേമിനെ പറ്റിയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സഹസ്രാബ്ദ വാഴ്ചയിൽ, യേശു കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ യേശു ഇരുന്ന് വാഴുവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ ക്യാപിറ്റലായി മാറ്റപ്പെടുവാനായിട്ട് പോകുന്നത് യെരുശലേമാണ്. യെരുശലേമിൽ തൻ്റെ സിംഹാസനം ഉറപ്പിച്ച് യേശു കർത്താവ് ഈ ലോകത്തെ മുഴുവനും വാഴുന്ന 1000 വർഷത്തെ തൻ്റെ വാഴ്ചയുടെ കാലഘട്ടത്തെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. നോക്കുക, പണ്ട് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ തുടങ്ങി ഇനി സഹസ്രാബ്ദ വാഴ്ച എത്തുന്നതുവരെയും ഈ യെരുശലേമിൻ്റെ പ്രാധാന്യത അങ്ങനെ നീണ്ടു കിടക്കുകയാണ്, തീർന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-2 ഇങ്ങനെ പറയുന്നു: പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. യെരുശലേമിനെ പറ്റി അവിടെ നാം കാണുന്നു,
യെരുശലേമിനെ പറ്റി എന്നതിലുപരി ഇനി കടന്നു വരുവാനായിട്ട് പോകുന്ന നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത ദേശം, അല്ലെങ്കിൽ നാം കാത്തിരിക്കുന്ന ആ സ്വർഗീയ സുന്ദരമായിട്ടുള്ള ദേശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. പുതിയ യെരുശലേം, ആ സ്വർഗത്തിന് തന്നെ നാം ഇനി എത്തിപ്പെടുവാനായിട്ട് പോകുന്ന നമ്മുടെ വാഗ്ദത്ത ദേശമായ ആ മനോഹര ദേശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. പുതിയ യെരുശലേം എന്ന് പറഞ്ഞാൽ, യെരുശലേം എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സിലെ കോൺസെപ്റ്റാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് യെരുശലേമാണ്. ഇനി കുറച്ചുകൂടെ ആഴമായിട്ട് പറഞ്ഞാൽ, നാം ഓരോരുത്തരും കടന്നു ചെല്ലുവാനായിട്ട് പോകുന്നത് ആ പുതിയ യെരുശലേമിലേക്കാണ്. ഇനി ഈ വേദപുസ്തകത്തിൽ കാണുന്ന യെരുശലേം എന്നുള്ള പദത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യെരുശലേം, ആ യെരുശലേം എന്നുള്ള പട്ടണം അല്ലെങ്കിൽ ആ നഗരം പിടിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ 2 ശമൂവേൽ 5-ാം അധ്യായത്തിലും 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിലും ഈ യെരുശലേമിനെ പിടിച്ചെടുക്കുന്ന സംഭവങ്ങളെപ്പറ്റി നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് യെരുശലേം പിടിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു? കാരണം യെരുശലേം അന്ന് അറിയപ്പെട്ടിരുന്നത് യെബൂസ് എന്നുള്ള പേരിലായിരുന്നു. മാത്രമല്ല, ആ യെബൂസ് ദേശത്ത് അല്ലെങ്കിൽ അന്നത്തെ യെരുശലേമിൽ പാർത്തിരുന്നവരെ യെബൂസിയർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇനി ആ സമയം അല്ലെങ്കിൽ ആ കാലഘട്ടം ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. മോശയും കൂട്ടരും വാഗ്ദത്ത ദേശമായ ഇസ്രയേലിൽ എത്തിച്ചേർന്നു. ഇസ്രയേലിൽ അല്ലെങ്കിൽ ആ കനാൻ ദേശത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം 400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയാത്ത ഒരു ദേശമായിരുന്നു ഈ യെബൂസ് നിവാസികൾ പാർത്തിരുന്ന അല്ലെങ്കിൽ യെബൂസിയർ പാർത്തിരുന്ന യെബൂസ് എന്നുള്ള ദേശം. അതാണല്ലോ യെരുശലേം. അങ്ങനെ ഇതാ ദാവീദിൻ്റെ കാലഘട്ടം എത്തുകയാണ്. ദാവീദ് ഇസ്രയേലിൻ്റെ രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ദാവീദിന് മനസ്സിലായി ഈ യെരുശലേം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. ഈ പട്ടണം പിടിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും വലുതാണ് എന്ന് ദാവീദിന് മനസ്സിലായി. മാത്രമല്ല, യെരുശലേം ദാവീദിൻ്റെ നഗരം എന്ന പേരിലും പിൽക്കാലത്ത് അറിയപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിന് മനസ്സിലായി ഈ യെരുശലേം യെബൂസ്യർക്കുള്ളതല്ല, ദൈവമക്കൾക്കുള്ളതാണ് എന്ന് ദാവീദ് മനസ്സിലാക്കുകയും യോവാബ് എന്നുള്ള തൻ്റെ സൈന്യാധിപനുമായി ചേർന്ന് ആ യെബൂസ് ദേശം അല്ലെങ്കിൽ ആ യെരുശലേം പട്ടണം പിടിച്ചെടുക്കുവാനായിട്ട് ദാവീദ് തയ്യാറാവുകയും ചെയ്യുകയാണ്. എന്നാൽ അതത്ര എളുപ്പമായിട്ട് നമുക്ക് ഈ വേദപുസ്തക ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. 2 ശമൂവേൽ 5-ാം അധ്യായം 6-ാമത്തെ വചനം വായിക്കുന്നത് ശ്രദ്ധിക്കൂ. രാജാവും അവൻ്റെ ആളുകളും യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അടുത്ത ഭാഗം, ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. ദാവീദിന് വിരോധമായി എഴുന്നേറ്റ് വരുന്ന വെല്ലുവിളി ശബ്ദമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുക. യെബൂസ്യ നിവാസികൾ ആ കോട്ടകളുടെ മുകളിൽ കയറി നിന്ന് ഉറക്കെ ദാവീദിന് വിരോധമായി പറയുകയാണ്, നീ ഇവിടെ കടക്കുകയില്ല, നിനക്കിവിടെ കടക്കുവാനായിട്ട് കഴിയുകയില്ല, ഞങ്ങളാണ് ഇവിടുത്തെ അധിപതികൾ, നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ഏതെങ്കിലും ചില കുരുടരോ മുടന്തരോ മാത്രം മതിയാകുമെന്ന് പറഞ്ഞ് ദാവീദിനെ കളിയാക്കി പരിഹസിച്ച് നിന്നിച്ച് അപമാനിച്ച് മടക്കി അയക്കുവാനായിട്ട് ശ്രമിക്കുന്ന യെബൂസ്യരെ നാം അവിടെ കാണുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ദാവീദിനെതിരായിട്ട് ഇപ്രകാരമുള്ള വെല്ലുവിളി ശബ്ദങ്ങൾ ഉയർന്നു എങ്കിലും 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അതാകുന്നു ദാവീദിൻ്റെ നഗരം. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. പ്രിയരെ, ഇന്ന് പകലിലും നമുക്ക് ചില വാഗ്ദത്തങ്ങളുണ്ട് എങ്കിൽ ദൈവം നമുക്ക് വേണം, നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില നന്മകൾ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിരോധമായി വാദിക്കുന്ന വെല്ലുവിളി ശബ്ദങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. പിശാച് ഇതുപോലെ കോട്ടകൾ കെട്ടി അതിനെ കവർ ചെയ്ത് ദൈവമക്കൾക്ക് കടക്കുവാൻ കഴിയാത്ത വിധത്തിൽ പരിഹാസങ്ങളും വെല്ലുവിളികളുമായി തൻ്റെ ശബ്ദങ്ങളുമായി നമുക്ക് വിരോധമായി നിൽക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ആ അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണെങ്കിൽ, ആ വാഗ്ദത്തം ദൈവം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ അതിനെ സ്പിരിച്വൽ വാർഫെയറിലൂടെ പിടിച്ചടക്കുവാനായിട്ട് തയ്യാറാകുക. ദാവീദിന് എപ്രകാരം ഈ യെരുശലേമിനെ പിടിച്ചടക്കുവാനായിട്ട് കഴിഞ്ഞു? അതിൻ്റെ 9-ാമത്തെ വചനം, സൈന്യങ്ങളുടെ യഹോവ
തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യമാണ്. ഈ സ്പിരിച്വൽ വാർഫെയറിൽ, ഈ വാഗ്ദത്തത്തെ പിടിച്ചടക്കുവാനായിട്ടുള്ള നമ്മുടെ വാർഫെയറിൽ നമുക്ക് കൂട്ടായുള്ളത് സൈന്യങ്ങളുടെ യഹോവയാണ്. അതുകൊണ്ട് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ ചിലത് ചെയ്യുവാനായിട്ട് നാളുകളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ, പിശാച് പിടിച്ചു കെട്ടി വച്ചിരിക്കുന്ന ചില നന്മകളെ കൈവശമാക്കുവാൻ, നമ്മുടെ ആരോഗ്യത്തിന് വിരോധമായി, നമ്മുടെ തലമുറകൾക്ക് വിരോധമായി, നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് വിരോധമായി പിശാച് കോട്ട കെട്ടി, ഇല്ല ഇതെനിക്കുള്ളതാണ്, ഞാൻ ഇതിനെ പിടിച്ചു വച്ചിരിക്കുകയാണ്, ഇതിൻ്റെ നന്മ കാണുവാനായിട്ട് കഴിയുകയില്ല, നിനക്കിതിൻ്റെ ശുഭഭാവി നീ കാണുകയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പിശാചിന് വിരോധമായി യുദ്ധം ചെയ്ത് യഹോവയുടെ കൃപയാൽ, സൈന്യങ്ങളുടെ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് പകലിൽ യുദ്ധം ചെയ്ത് ആ വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കുവാനായിട്ട് നാം തയ്യാറാകുക. യെരൂശലേം, ദൈവത്തിൻ്റെ മനസ്സിലെ ചിത്രമായിരുന്ന യെരൂശലേം, ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരുന്ന യെരൂശലേം, ദൈവം ദാവീദിന്മേൽ കൈമാറിയതുപോലെ പിശാചിനെ തകർത്തുകൊണ്ട് നമ്മുടെ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അല്പം പോലും മടികൂടാതെ ഇത് വിശ്വസിക്കുക. എന്തു തന്നെ സംഭവിച്ചാലും എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആ വാഗ്ദത്തത്തിലേക്ക്, ആ നന്മയിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ ദൈവം നമ്മളെ നാളുകളിൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.